ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം KSRTC അടുത്ത സമയത്ത് 140 കിലോമീറ്ററിൽ കൂടുതലുള്ള സർവീസുകൾ റദ്ദാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഓടിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിയമം നേരത്തെ നടപ്പാക്കിയിരുന്നു. അതിനെതിരെ ഒരു വിഭാഗം ആളുകൾ കോടതിയെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ച് അവർക്ക് സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിലവിലെ KSRTCക്ക് ബസ്സുകളില്ല, അതുകൊണ്ട് എതിർക്കാൻ കഴിയില്ല കോടതിയോട്. നിങ്ങൾക്ക് ടേക്ക് ഓവർ സർവീസ് എന്ന് പറഞ്ഞ് കുറേ സർവീസ് എടുത്തായിരുന്നു. അതായത് സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്ന ബസ്സുകൾ ടേക്ക് ഓവർ സർവീസ് എന്നും പറഞ്ഞ് KSRTCയുടെ റൂട്ട് നാഷണലൈസ്ഡ് ചെയ്ത റൂട്ടുകളിൽ നിന്നും മാറ്റിക്കൊണ്ട് ഓടിക്കാൻ ഉത്തരവിടുകയും അത് എടുക്കുകയും ചെയ്തു. ടേക്ക് ഓവർ സർവീസ് എടുത്തിട്ട് ആ വണ്ടി കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാതെ വന്നപ്പോൾ യാത്രക്കാർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും അവരെല്ലാം വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ്സുകാർ അതിനെതിരെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ നിഷ്കളങ്കരായ നിങ്ങളും ഞാനും കരുതി ഗവൺമെൻറ് തീർച്ചയായിട്ടും അത് കണ്ടംപ്റ്റ് പോവും, അത് ശരിയല്ല, ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും അത് KSRTC മാനേജ്മെൻറ്റും ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് അതിനെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഈ അടുത്ത സമയത്ത് ഡിവിഷൻ ബെഞ്ച് അതിനെ അംഗീകരിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിനെ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കി. നിലവിൽ ഈ പറയപ്പെടുന്ന റൂട്ടുകളിലെല്ലാം സ്വകാര്യ വാഹനങ്ങൾ യഥേഷ്ടം വരും. KSRTC എന്ന് പറയുന്ന ഒരു സാധനം മരീചികയായി മാറും എന്നുള്ളതാണ് വസ്തുത. കാരണം ഇവർക്കല്ല, ഇവിടുത്തെ നേതാക്കന്മാർക്കല്ല, അത് ഏത് നേതാക്കന്മാരാകട്ടെ, ഇടതോ വലതോ നടുക്ക് നിൽക്കുന്നതോ ഏത് നേതാക്കന്മാരാവട്ടെ, ഇവരുടെ എല്ലാം ബിനാമി പേരുകളിൽ സ്വകാര്യ ബസ്സുകൾ ധാരാളം ഇവിടെ സർവീസ് നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അവരുടെ പേരിൽ സർവീസ് നടത്തുന്നു. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ജീവനക്കാരെ അല്ലെങ്കിൽ ജനങ്ങളെ, പൊതുസമൂഹത്തെ ഒരു നേരത്തെ അരി അന്വേഷിച്ച് പോകുന്ന നിങ്ങളെയോ എന്നെയോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് അവരുടെ വയറ്റിപ്പഴപ്പ് മാത്രം നോക്കിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചോ ജീവിച്ചോ എന്നുള്ളത് വിഷയമല്ല. ഇവിടെ പ്രസക്തമായ മറ്റൊരു വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി അവിടെ ഒരു നിയമ സംവിധാനം കൊണ്ടുവന്നു. കാരണം ഈ സിംഗിൾ ബെഞ്ച് വിധി വന്നതിന് തൊട്ടുപുറകിലാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഒരു നിയമം കൊണ്ടുവന്നത്. ഇനി മുതൽ കർണാടകത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ KSRTC കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പൊതുമേഖലയാണെന്നും പൊതുമേഖലയെ നിലനിർത്തേണ്ടത് പൊതുജനങ്ങളുടെ ആവശ്യമാണെന്നും ഇത് സർക്കാരിൻ്റെ ഇതാണെന്നും ഇത് പൊതുജനങ്ങളുടേതാണെന്നും അവിടുത്തെ കോടതി കണ്ടെത്തി. എന്തുകൊണ്ട് കേരള കോടതിക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് കഴിയിപ്പിച്ചില്ല? അപ്പോൾ അവിടെയാണ് ആർജവം എന്ന് പറയുന്നൊരു സാധനം. അവിടുത്തെ ഗവൺമെൻറ്റിനും അവിടുത്തെ സർക്കാരിനും അവിടുത്തെ നീതിപീഠത്തിനും അറിയാം അത് പൊതുമേഖലയിൽ നിർത്തേണ്ടതിൻ്റെ ആവശ്യകത. പക്ഷെ നേരെ മറിച്ച് ഇവിടുത്തെ നീതിപീഠത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല. കാര്യം ഇവിടെ തർക്കിക്കേണ്ടവർ തർക്കിച്ചിരുന്നില്ലെങ്കിൽ, കൃത്യമായി തർക്കിച്ചിരുന്നെങ്കിൽ കർണാടകത്തിൽ ഇങ്ങനൊരു വിധി നിൽക്കുന്നു സർ, അത് വെച്ചുകൊണ്ട് തന്നെ വേണം ഇവിടെയും നിയമം നടപ്പാക്കാൻ എന്ന് പറയാൻ ഇവർ തയ്യാറായില്ല. കാരണം KSRTCക്ക് വർഷങ്ങളായി വാഹനങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം KSRTCയുടെ കയ്യിൽ ബസ്സില്ല. ഇനി അഥവാ ഇവർ പറയുകയാണ് ശരി KSRTCയിൽ നിലനിർത്തിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ KSRTC പറയും ഞങ്ങളുടെ കയ്യിൽ ബസ്സില്ല സാർ, അതുകൊണ്ട് ഓടിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ആരാണ് ഇതിനെ നശിപ്പിക്കുന്നത്? ഇവിടുത്തെ ജീവനക്കാരാണോ? ഇവിടുത്തെ പൊതുജനങ്ങളാണോ? നിങ്ങൾ ഓരോരുത്തരും ഇവിടുത്തെ പൊതുജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഓരോ മനുഷ്യരും സ്കൂളുകളിലും കോളേജുകളിലും പോയിക്കൊണ്ടിരുന്ന കാലത്ത് KSRTC ആശ്രമിക്കുകയും അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ നൊസ്റ്റാൾജിയയും പലരും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ, യാത്രക്കാരായി നിങ്ങൾ നമ്മുടെ ഓരോ വണ്ടികളിൽ കയറുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി പരസ്പര ബഹുമാനവും സ്നേഹത്തോടും കൂടി ഞങ്ങളെ സമീപിക്കും. നമ്മുടെ വണ്ടിയിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് അഭിമാനം തോന്നാറുണ്ട്, നിങ്ങൾക്ക് അതിലുപരി അഭിമാനം തോന്നാറുണ്ട്. അതാണ് സത്യം. എന്നിരിക്കെ ഈ സത്യം ഇങ്ങനെ ഇരിക്കെ ഇതിനെ നശിപ്പിക്കാൻ ഇവിടുത്തെ അധികാരികളും KSRTC മാനേജ്മെൻറ്റും ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം സ്വകാര്യ ലോബികളും കൂടെ ചേർന്നിട്ട് ഒരു കോക്കസായി മാറിയിരിക്കുന്നു. ഇത് 250 കോടി രൂപ 2800ഓളം വാഹനം ഓടി 250 കോടി രൂപ പ്രതിമാസം കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം നഷ്ടമാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ലയോ?